എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മയാണ്. ഞാൻ ലിങ്കൺ പറഞ്ഞ ഒരു വാചകം ഞാനെപ്പോഴും ഓർമ്മിക്കും. ഞാൻ വായിച്ച ഏറ്റവും വലിയ ഗ്രന്ഥം എൻ്റെ മാതാവാണ് എന്ന് അബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് ആരാന്ന് വെച്ചാൽ ഉമ്മയാണ്. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച ആരെന്ന് വെച്ചാൽ അത് ഉമ്മയാണ്. എനിക്ക് മാതൃത്വത്തെ കൊണ്ടാടുന്ന എന്തിനേയും വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ വലിയ കൗതുകമാണ് എനിക്ക്. അപ്പം മാമ്പഴം എന്നുള്ള കവിതയാണ് ഞാൻ കുട്ടിക്കാലത്ത് ആദ്യം വായിക്കുന്നത്, 6ാം ക്ലാസ് പഠിക്കുമ്പോൾ. ഞങ്ങൾക്ക് പഠിക്കാനൊന്നുണ്ടായിരുന്നില്ല. അത് ബാപ്പയുടെ മസാലപ്പീടിയയിലെ അവിടെ സാമാനം പൊതിയാൻ കൊണ്ടുവന്ന കടലാസുകളുടെ കൂട്ടത്തിലൊരു പുസ്തകം കണ്ടത് മറിച്ച് നോക്കിയാൽ ഞാൻ അത് വായിച്ചിട്ട് കൈയും കാലും അടിച്ച് പിടച്ച് കരഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതുപോലെ വൈലോപ്പിള്ളിയുടെ ആ കൃതി പോലെ തന്നെ എന്നെ വളരെയധികം പിടിച്ചൊലച്ച ഒന്നാണ് പൂതപ്പാട്ട് എടശ്ശേരിയുടെ. ഇതുപോലെ എനിക്ക് വലിയ കമ്പമുള്ള ഒന്നാണ് ജി ശങ്കരക്കുപ്പൻ്റെ ചന്ദനക്കട്ടിൽ. ഞാൻ ഈ സാഹിത്യകൃതികളെ പറ്റി പറയുന്നത് എളുപ്പത്തിൽ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ്. കാരണം ഉമ്മയുടെ ആരാധകനായിട്ട് വളർന്ന ഒരാളെ. കാരണം അവർ വളരെയധികം സ്നേഹവും കരുതലുള്ള ഒരാളാണ്. വളരെയധികം മൂല്യങ്ങളോട് ജീവിച്ച ഒരാളാണ്. എൻ്റെ ഉമ്മ ഒരു കളവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒരിക്കലും അവർ ഒരു പക്ഷപാതവും ആരോടും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ തെറ്റ് ചെയ്തു എന്ന് തോന്നിയാൽ അവർ ബാപ്പയും വിമർശിക്കും. ബാപ്പയുടെ ജ്യേഷ്ഠനുണ്ടായിരുന്നു, കോയക്കുട്ടിയായിരുന്നു, വലിയ പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പറയാനുള്ളത് പറയും. അപ്പം മതത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ അവർ പറയാനുള്ളത് പറയും. അവർക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നുമില്ല, 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ പൊതുകാര്യങ്ങളിലൊക്കെ വലിയ ശ്രദ്ധയാണ്. ഇപ്പോൾ പത്രത്തിൽ അവരിങ്ങനെ ഹെഡിങ്ങൊക്കെ നോക്കുകയുള്ളൂ, എന്തായാലും കടലാസിൽ വർത്താനുള്ളതെന്ന് ചോദിക്കും. എന്നിട്ടിപ്പോൾ എവിടെയെങ്കിലും ഒരു തോണി മറിഞ്ഞു, 2 ആളെ കാണാനില്ലാതെ ആയി എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പത്രം വരുമ്പോൾ അവർ ചോദിക്കും, ആ പത്രം നോക്കിയാൽ അതിനുള്ള കിട്ടിയോന്ന് അറിയണം എന്ന് പറയും. ഇതുപോലെ എപ്പോഴും അവർക്ക് പൊതുജീവിതം എന്നൊരു സാധനം ഉണ്ട് എന്നുള്ളതാണ്. അത് പുറത്തിറങ്ങാത്ത ഒരാളായിട്ട് പോലും അവർക്ക് കൂട്ടുകാരെ പറ്റിയും വീട്ടുകാരെ പറ്റിയും നാട്ടുകാരെ പറ്റിയും വലിയ വിചാരമായിരുന്നു. ഇപ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ അളവിൽ ഒരു മതേതരമായ ബോധം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ പറയും, ഞാനിതൊന്നും പുസ്തകങ്ങളിൽ പഠിച്ചതല്ല. പുസ്തകം വായിച്ച് പഠിക്കാൻ പറ്റില്ലതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത് അങ്ങനെയാണ്. എൻ്റെ ഉമ്മയ്ക്ക് അവർ വലിയ വിശ്വാസിയായിരുന്നു, വലിയ ഭക്തിയായിരുന്നു. പക്ഷേ ഒരിക്കലും അവർ ഒരാളോടും വെറുപ്പ് കാണിക്കുന്നതോ കയ്പ് കാണിക്കുന്നതോ അകലം കാണിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയെന്ന് വിചാരിച്ചാൽ അവർക്കിപ്പോൾ ആചാരങ്ങളൊക്കെ അവർ പാലിക്കും. ഇപ്പോൾ അവർ കൃത്യമായിട്ട് നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അവർ ഹജ്ജിന് പോയിട്ടുണ്ട്, അങ്ങനെ എല്ലാം ഒരു. പക്ഷേ അതിലെപ്പോഴും അവർ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ മനഃപൂർവ്വമല്ല, അവരുടെ പ്രകൃതി അങ്ങനെയാണ്. വലിയ വൃത്തിയുള്ള ആളാണ്, വലിയ ചിട്ടയുള്ള ആളാണ്. അവർ ഒരിക്കലും എവിടെയും അവർ വൈകിട്ടില്ല. വൈകാൻ ഞങ്ങളാരും സമ്മതിക്കില്ല. ഇപ്പം ഞാൻ സമയം പാലിക്കുന്നതിൽ വളരെ നിഷ്ഠമുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് ആളുകൾ അതിനെപ്പറ്റി ചിലർ അത്ഭുതമായിട്ട് പറയും, ചിലർ അനുമോദിച്ച് പറയും, ചിലർ ഇങ്ങനെയൊക്കെ എന്താ എന്ന് പറയും. കാരണം സമയം പാലിക്കാൻ പറ്റാത്തവരത് മോശമായിട്ട് പറയും. അങ്ങനെയൊക്കെ ചിട്ട പാലിക്കുന്നത് കർശനക്കാരനാവുന്നൊന്നും നന്നല്ല എന്ന് പറയും. എൻ്റെ കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഉമ്മ ഒരിക്കലും വൈകിട്ടില്ല, വൈകാൻ സമ്മതിക്കില്ല. ഇപ്പോൾ നമ്മളെ കൂട്ടാൻ വേണ്ടി 7 മണിക്ക് ആരെങ്കിലും വരും എന്ന് പറഞ്ഞാൽ 6:30 മണിക്ക് ഉമ്മ എല്ലാം തയ്യാറായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെ കൂട്ടാനായിരുന്നെങ്കിൽ അങ്ങനെ പറയും. എല്ലാം ചിട്ടയാണ്, അവർ വളരെ ചിട്ടയാണ്. ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കറണ്ടില്ല. അപ്പോൾ ഉമ്മ കിടക്കുന്നതിൻ്റെ നേരെ ചോട്ടിൽ മണ്ണെണ്ണ നിറച്ച് കാലുവിളക്കുണ്ട്, അവരുടെ തലയുടെ ചോട്ടിൽ തീപ്പെട്ടിയുണ്ട്. അപ്പോൾ എപ്പോഴാണോ എണീക്കേണ്ടത് ഈ തലേണ പൊന്നിച്ചാൽ അവർക്ക് തീപ്പെട്ടി കിട്ടി, കൈ എത്തിച്ചാൽ അവർക്ക് വിളക്കും കിട്ടി, തപ്പുന്ന കാര്യമില്ല. അവരെപ്പോഴും പറയും, വെച്ചെടുത്തുനിന്ന് എടുക്കുക, എടുത്തെടുത്ത് വെക്കുക. ഏത് സാധനമാണെങ്കിലും വളരെ ചിട്ടയാണ്.
ഇപ്പോൾ പഞ്ചസാര പാത്രം അടുക്കളയിൽ അളുമാരിയിൽ ഇന്ന ഭാഗത്താണെങ്കിൽ അവിടെ അവർ വെക്കുകയുള്ളൂ. അത് ആരും മാറി വെച്ചാൽ അവർ സമ്മതിക്കില്ല അങ്ങനെ. അപ്പോൾ വളരെ കർശനക്കാരുത്തിയാണ്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുള്ള കാര്യം പിന്നെ ആരെ കുറ്റം പറയണമെങ്കിലും, ഇപ്പോൾ മക്കളെ കുറ്റം പറയണമെങ്കിലോ ഭർത്താവിനെ കുറ്റം പറയണമെന്നോ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു രംഗം എനിക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ BA പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ ഞാൻ മുകളിലാണ് എൻ്റെ മുറി. മുകളിലേക്ക് ചെന്ന് ഒരു പുസ്തകം എടുക്കാൻ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരത്തിയായ വേലക്കാരി അവിടെ പത്തായത്ത് നിന്ന് നെല്ലെടുക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ ഒന്നും കൂടി കാണാൻ മോഹമായിട്ട് ഞാൻ രണ്ടാമതും അങ്ങോട്ട് കയറി ചെന്നു. ഈ രണ്ടാമത് കയറി പോകുന്നത് ഉമ്മ കണ്ടു. അപ്പോൾ ഉമ്മ ചോദിച്ചു, എന്താ നിനക്ക് മുകളിൽ പോയിട്ട് ഇറങ്ങിയിട്ടും കയറിയിട്ടും പൂതി തീരാത്തതെന്ന് ചോദിച്ചു. ഞാൻ അവിടുത്തെ ഇറങ്ങി ഓടി. കാരണം മുറ്റത്ത് നെല്ല് മെതിക്കുന്ന പണിക്കാരത്തികളുണ്ട്, അയൽക്കാരൊക്കെ ഉണ്ട്. ഉമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. കാരണം അങ്ങനെ ആ തരത്തിലൊരു ദൗർബല്യം മകൻ്റെ അടുത്ത് കണ്ടാൽ അത് വിളിച്ചു പറയാൻ അവർക്ക് ഒരു മടിയില്ല. പിന്നെ വലിയ തമാശയാണ്, അയൽവക്കത്തൊക്കെയുള്ള എല്ലാ ആളുകളെയും അവർ സഹായിക്കും. എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ടാകുമ്പോൾ പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ അരിയോ തേങ്ങയൊക്കെ കൊടുക്കും. വീട്ടിൽ കുറച്ച് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പം ഒരാൾ ഉമ്മയെ നോക്കുന്നില്ല, അല്ലെ ബാപ്പയെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ സൂക്കടായി കിടക്കുന്ന ഒരാൾ വൃത്തിയിൽ കൊണ്ടു കിടക്കുന്നില്ല, അതിനൊക്കെ അവർ കഠിനമായി ചീത്ത പറയും. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ, അവർക്ക് 5 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് അവർ ചെല്ലുമ്പോൾ അവർക്ക് അവർ മൂത്രത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഉമ്മ അതൊക്കെ വൃത്തിയാക്കിയിട്ട് മൂത്ത പെൺകുട്ടിയെ ആളയച്ച് വരുത്തിയിട്ട് ഉമ്മ അവളെ ചീത്ത പറയാണ്. ആ ചീത്ത പറയുന്ന കൂട്ടത്തിൽ തന്നെ അവർ സാമ്പത്തികമായിട്ട് കുറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അവളോട് പറയാണ്, ഞാൻ രാവിലെ ചായയും പത്തിരിയും കഴിക്കുക, അപ്പോൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ അവളിരുത്തിയിട്ട് അവർക്ക് പത്തിരിയും കറിയും കൊടുക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്. അതാണ് അവർ ഇഷ്ടമുള്ളത് കൊണ്ട് ചീത്ത പറയാതിരിക്കില്ല, ചീത്ത പറയുന്നത് കൊണ്ട് ഇഷ്ടമില്ലാതിരിക്കില്ല. അപ്പോൾ അവർക്ക് ആരോടും പിണക്കല്ല. ഞാനിതൊക്കെ കണ്ട അമ്മരത്തിനുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ, എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ വേലക്കാരികളെയൊക്കെ കൊണ്ടാക്കുന്ന ആളുകൾ ഒരു തട്ടിപ്പുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരാളെ കൊണ്ടാക്കിയ വകയിൽ ഒരു 10-100 രൂപ വാങ്ങി ഇവർക്കൊരു മാസത്തെ പൈസ അഡ്വാൻസ് കൊടുത്ത് 2-3 മാസം കഴിയുമ്പോൾ ഇവർ വേറെ അടുത്തേക്ക് കൊണ്ടുപോകും. കാരണം അവർക്ക് പിന്നെയും പൈസ കിട്ടണല്ലോ. അപ്പോൾ ഒരു സ്ത്രീ അവിടുന്ന് പോവാണ്. അപ്പോൾ ഉമ്മ പരസ്യമായിട്ട്, ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്, ചോദിക്കുക, നീ എന്തിനാണ് ഇവിടുന്ന് പോകണമെന്ന് എനിക്ക് കേൾക്കണം. എനിക്ക് 3 ആൺകുട്ടികളുണ്ട്, അവരാരെങ്കിലും എന്നോട് മോശമായിട്ട് വല്ലതും പെരുമാറിയോ? ഇല്ല. പിന്നെന്താ, ഞാൻ വല്ലതും പെരുമാറിയോ? നിനക്ക് ഭക്ഷണം കിട്ടാതെ ഉണ്ടോ? ഇവിടെ കിടക്കാനുള്ള അസൗകര്യം ഉണ്ടോ? അപ്പോൾ എന്തായാലും അവൾക്ക് പോകണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, ശരി നീ പോയിക്കോ, പക്ഷേ ഇവിടുന്ന് പിണങ്ങിപ്പോകരുത്. എൻ്റെ അടുത്ത് ഒരാൾ പിണങ്ങിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ വെന്ത കഞ്ഞി, എന്നാണ് ചോറിനെ പറ്റി ഈ കഞ്ഞി എന്ന് പറയുന്നത്, ഈ വെന്ത കഞ്ഞി കുടിച്ചിട്ട് പോയിക്കോ. പിന്നെ എപ്പോൾ ഇതിൽ പോകുന്നുണ്ട് ഇവിടെ കയറി കഞ്ഞോ വെള്ളം കുടിച്ചിട്ടേ പോകാവൂ. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വരണം. എനിക്ക് നിന്നെക്കൊണ്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കും എന്ന് പറയും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ മതത്തിൻ്റെ കാര്യമൊക്കെ വലിയ തമാശ. എന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കൽ അറേബ്യയിൽ പോയപ്പോൾ അവിടെ റമദാൻ മാസം നോമ്പ് കാലത്ത് 27-ാം രാവ് എന്ന് പറയുന്നത് വളരെ പുണ്യ മാസമാണ്, പുണ്യ ദിനമാണ്. അപ്പോൾ അന്ന് എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കഅബ ദേവാലയത്തിലേക്ക് ഓടുന്ന ഘട്ടത്തിൽ റോട്ടിൽ പാകിസ്ഥാൻകാരനായ ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി, രണ്ടാളും ചെറുപ്പക്കാരാണ്, അവരൊരു കുഞ്ഞിനെ കാണാതെ കഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് പോകാതെ ഇവരുടെ കൂടെ നിന്നു. അവസാനം ആ കുട്ടിയെ കിട്ടി. ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോയി. അപ്പം ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഉമ്മയോട് പറഞ്ഞു. ഞാൻ അന്ന് നിസ്കരിക്കാൻ കഅബയിൽ പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, നിസ്കരിക്കാൻ പോവല്ല വേണ്ടത്, മക്കളെ കാണാത്ത ഈ പെണ്ണിൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചേകനൂർ സംഭവം, ഞാൻ ചേകനൂരിനെ പറ്റി ഉമ്മയ്ക്ക് അറിയാം. ഉമ്മ പുസ്തകം വായിച്ചിട്ടും പ്രസംഗം കേട്ടിട്ടൊന്നുമല്ല, പറഞ്ഞു കേൾക്കുമല്ലോ. കാരണം ചേകനൂർ അങ്ങനെ ഈ സമുദായത്തിനിടയിൽ അത്രയധികം വിവാദ പുരുഷനും കുപ്രസിദ്ധി നേടിയ ആൾ വരുന്നത്. കാരണം അദ്ദേഹം പാരമ്പര്യ നിയമങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട്. അപ്പോൾ ചേകനൂരിനെ കാണാതെയായി എന്ന് പറഞ്ഞൊരു 3-4 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഉമ്മയോട്, ഈ ചേകനൂരിനെ കൊന്നുപോയി എന്ന് ഞാൻ സംശയിച്ചാലോ? അങ്ങനെ കൊല്ലൂ? അപ്പോൾ ഞാൻ ചോദിച്ചു, കൊല്ലുന്നത് ശരിയല്ലേ? ഉമ്മ ചോദിച്ചു, എങ്ങനെ ശരിയാവാം? ഞാൻ പറഞ്ഞു,
അയാളിങ്ങനെ നിസ്കാരം 3 നേരം മതി എന്ന് പറയുന്ന ആളെ കൊല്ലണ്ടേ, ഉമ്മ എന്താ പറയുന്ന അറിയണ്ടേ ചോദിച്ച്. അപ്പോൾ ഉമ്മ പറഞ്ഞു, നമ്മൾ 5 നേരം നിസ്കരിക്കണ്ടേ, അയാൾ 3 നേരം ആണെന്ന് പറഞ്ഞോട്ടെ, അതിന് നമ്മൾ തല്ലാനും കൊല്ലാനും പോകണ്ട, എന്താ അയാളോട് അള്ളാഹു ചോദിച്ചോളൂ, നമ്മളെന്തിനാ അതിന് പോണ് എന്ന തരത്തിലാണ് അവരുടെ മതം എന്ന് പറയുന്നത്. എപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ വേറൊരു സംഭവം ഞാൻ ഓർക്കുന്നു. എനിക്കിങ്ങനെ ഒരു 100 സംഭവം പറയാനുണ്ട്. ഞാൻ ഒരു സംഭവം ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ ഉമ്മ കഠിനമായി ചീത്ത പറഞ്ഞു. അപ്പോൾ ഉമ്മ അവൾക്ക് പലപ്പോഴും വസ്ത്രം കൊടുത്തിട്ടും പൈസ കൊടുത്തിട്ടുമൊക്കെ സഹായിക്കുന്ന, അരി തേങ്ങ ഒക്കെ പച്ചക്കറിയൊക്കെ കൊടുത്തൊക്കെ സഹായിക്കുന്ന. പക്ഷെ ഇവിടെ ചീത്ത പറഞ്ഞാൽ ഇവള് ചീത്തപ്പേര് കേൾപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, കാരണം അവളുടെ ഉമ്മയ്ക്ക് എന്നോണം അറിയാം, അതും പറഞ്ഞ ചീത്ത പറയുന്നത്. അപ്പോൾ ചീത്തൊക്കെ കേട്ട് തലയും കാത്തി ഈ പെണ്ണ് പോയി. അപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ മുമ്പിലിട്ട് ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പം അത് പറഞ്ഞാൽ അവളെപ്പറ്റി കേട്ടത് ശരിയല്ല എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ, ശരിയായിരിക്കാം, എനിക്കറിയില്ലത്. പക്ഷേ എനിക്കപ്പോൾ വേറൊരു കാര്യം ഓർമ്മയായി. അതിൻ്റെ ഒരു 3 ദിവസം മുമ്പേ വേറൊരു സ്ത്രീ അവിടെ വന്നിരുന്നു. അവർക്ക് ഉമ്മ അരിയും തേങ്ങയൊക്കെ കൊടുത്ത്, എന്ത് ചെറിയ പൈസയൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞയച്ചു. അവളാണെങ്കിൽ ഭർത്താവില്ലാതെ 3 പെറ്റ സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ ഈ വർത്താനമൊക്കെ പറഞ്ഞല്ലോ, മെനയാന്ന് ഇവൾ വന്നപ്പോൾ നിങ്ങൾ അവൾക്ക് അരിയും തേങ്ങയൊക്കെ കൊടുത്തല്ലോ, അതിനെന്താ? ഞാൻ പറഞ്ഞ്, അവൾ ഇതിനേക്കാൾ ചീത്തപ്പേര് കേൾപ്പിച്ച ആളല്ലേ, അതെന്താ നിങ്ങൾ? അപ്പോൾ ഉമ്മ പറഞ്ഞു, പുതിയാപ്പിളല്ലാതെ 3 എണ്ണത്തിനെ പെറ്റ് പോറ്റിയ ആളാവൾ. അങ്ങനെ 3 എണ്ണത്തിനെ പെറ്റ് പോറ്റാനുള്ള കഷ്ടപ്പാട് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് മനസ്സിലാവില്ല. അത്രയും കഷ്ടം അനുഭവിച്ചുകൊണ്ട് അള്ളാഹു ഓക്ക് പുറത്തു കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തരത്തിൽ ഒരു കാഴ്ചപ്പാട്, ഒരു വ്യാഖ്യാനം എപ്പോഴും അവർക്ക് മതത്തെപ്പറ്റിയും സാമൂഹ്യ പ്രശ്നങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നു. വലിയ ആദി ആളുകളെപ്പറ്റി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അവരുടെ അളവിലുള്ള സ്നേഹം അല്ലെങ്കിൽ ധാർമ്മികത എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കൽ എൻ്റെ പുഴക്കര വീട്ടിൽ ഞാൻ പറമ്പിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഒരു പഴയ ചെരുപ്പ് അവിടെ കണ്ടില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ചെരുപ്പ് അവിടെ പോയി, അതവിടെ ഇല്ലേ, അവനവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ആ ബിച്ചുപാത്മ വന്ന് നിന്നെ ഓളറ്റ് കൊണ്ടുപോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബിച്ചുപാത്മ അങ്ങനെ കട്ട് കൊണ്ടുപോകണ കാര്യമല്ല പറഞ്ഞത്, നീ ഒഴിവാക്കിയതാന്ന് വിചാരിച്ചിട്ട് ഓളറ്റ് എടുത്തിട്ട് പോയോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നോക്കാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ തപ്പി അവിടെയൊക്കെ തിരഞ്ഞപ്പോൾ അത്
പിന്നെ തട്ടി അപ്പുറത്തത്തെ കിടന്നിരുന്നാണ്. ആ ചെരുപ്പ് കിട്ടി ഞാൻ പറമ്പിൽ നടക്കുമ്പോഴാണ് ഈ പറഞ്ഞ ബിച്ചുപാത്തുമ്മ അവിടെ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ഞാൻ നിന്നെപ്പറ്റി പറയാൻ പാടില്ലാത്ത പറഞ്ഞുപോയി. അതെന്താ ചേച്ചി നിങ്ങളങ്ങനെയൊന്നും പറയില്ല എനിക്കറിയാം. അങ്ങനെയല്ല, ഇവൻ്റെ ചെരുപ്പ് കണ്ടില്ല, അത് പഴയ തേഞ്ഞ ചെരുപ്പാണ്, ഒഴിവാക്കിയ ചെരുപ്പാണ്. ഓനിപ്പോൾ പറമ്പിൽ നടക്കാൻ വേണ്ടി ആളെ ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഇനി ഒഴിവാക്കിയാന്ന് വെച്ചാൽ നീ ഏറ്റവും എടുത്ത് കൊണ്ടുപോയോ നിൻ്റെ വായിന്ന് വീണുപോയി. ഞാനത് എന്നെപ്പറ്റി പറഞ്ഞുപോയി. ഞാൻ കട്ട് കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയില്ലാന്ന് എനിക്കറിയാം. കട്ട് കൊണ്ടുപോയി എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, എന്നാൽ നീ ഏറ്റവും കൊണ്ടുപോയോ നിൻ്റെ വായിന്ന് അത് വീണുപോയി. അതുകൊണ്ട് നീ അതെനിക്ക് മാപ്പാക്കി പൊരുത്തപ്പെട്ട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അമ്മയുടെ വയസ്സുള്ള ആൾ എങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞു. അത് പറ്റൂല, ഞാനത് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവരോട് മാപ്പ് പറഞ്ഞ് അവരത് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ആ പ്രശ്നം വിട്ടത്. ഇത്ര ശ്രദ്ധ അവർക്ക്. ഇപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന തറവാട് വീട്ടിൽ, അതിന് നടുക്കടി എന്നാണ് പറമ്പിന് പേര്, അവിടെ വലിയൊരു 2-3 ഏക്കർ പറമ്പുണ്ടായിരുന്നു. അവിടെ അടക്ക പാട്ടത്തിന് കൊടുക്കും. പാട്ടത്തിന് കൊടുത്താൽ ഉമ്മയുടെ പണി എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് വെളിച്ചം വെക്കുന്ന ഉടനെ അവർ പറമ്പിൽ മുഴുവൻ നടന്നിട്ട് ഈ വീണ അടക്ക മുഴുവൻ പെറുക്കി അവിടെ മുലയെ കൂട്ടിയിടും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പാട്ടത്തിന് കൊടുത്തു, പാട്ടക്കാരനെയാണ് അടക്കുക. അപ്പോൾ ഇവിടെ വന്ന് കുട്ടികളാരും പെറുക്കിക്കൊണ്ട് പോയാൽ അത് വേറൊരുത്തൻ അവകാശപ്പെട്ടത് ഈ കുട്ടിക്ക് കൊടുക്കാതെ നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവർ വന്ന് പറയൂ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, അത് കുറച്ചൊക്കെ കുട്ടികളെടുത്തോട്ടെ. അങ്ങനെയല്ല, നിങ്ങൾ കുട്ടിക്ക് കൊടുക്കണേ കൊടുത്തോ എന്ന് പറയും. അപ്പോൾ ഇവർ ഉമ്മ പെറുക്കി കൂട്ടിയ ഈ അടക്കയിൽ അധികവും അവർ കൊണ്ടുപോകില്ല, അവർ ഉമ്മയ്ക്ക് മുറുക്കാൻ പറഞ്ഞ് കൊടുത്തേക്കും. പക്ഷേ ഉമ്മ പറയും അങ്ങനെയല്ല, അത് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയും. പിന്നെ അവർ നിർബന്ധിച്ചാൽ കുറച്ചൊക്കെ കൊടുത്താൽ ഉമ്മ വാങ്ങുകയും ചെയ്യും, അല്ലെങ്കിൽ ഉമ്മ ആർക്കും കൊടുത്തേക്കും. ഈ തരത്തിൽ ഈ കണക്കിനെ പറ്റി, സ്വത്തിനെ പറ്റി, അന്യരുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ വളരെ വളരെ ശ്രദ്ധയുള്ള ഒരാളാണ്. ഇപ്പോൾ ഞങ്ങൾ തമാശയായിട്ട് പറയാറുണ്ട്, അവർക്ക് ധാരാളം അന്യ സമുദായത്തിൽ ധാരാളം സ്നേഹിതകളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോവും. അപ്പോൾ ചിലപ്പോൾ അവർക്ക് സൂക്കേടായിട്ടോ അല്ലെങ്കിൽ പുതിയ പെണ്ണിനെ കാണാനോ ഒക്കെയാണ് പോണത്. അപ്പോൾ അവിടുന്ന് ഊണ് കഴിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല. എന്താ കാരണം? അത് ആചാര ലംഘനമാണ്. അതായത് അവിടെ നായുണ്ട്, അല്ലെങ്കിൽ അത് മറ്റ് സമുദായക്കാരുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് അവല് കഴിക്കാം, പഴം കഴിക്കാം, തേങ്ങ കഴിക്കാം, ചായ കുടിക്കാം, പക്ഷെ ഊണ് കഴിക്കില്ല. അവരൊന്നും ഇവിടെ വന്നാലും ഊണ് കഴിക്കില്ല. അപ്പോൾ അവരിനി ആ സമയം നടന്ന് അവിടെ എത്തിയപ്പോൾ ആ സമയമാണ് അവർ നിർബന്ധിച്ചെന്ന് വെച്ചിട്ട് ഉമ്മയുടെ ഒരു പരിചാരികയുണ്ട്, കുഞ്ഞാമിനാച്ചി ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ കുഞ്ഞാമിന അയ്യും പോരും എന്ന് പറയും. എന്നിട്ട് അവരോട് പറയണം എന്ത്, ചോറ് തിന്ന് പോകുന്നതാണെന്ന്. അതാര് പറയണം? കുഞ്ഞാമിന പറയണം. കാരണം ഉമ്മയ്ക്ക് കളവ് പറയാൻ വയ്യ. അപ്പോൾ കളവ് പറയാൻ ഒരാളെ കൂട്ടി നടക്കുന്ന കള്ളത്തരാന്ന് പറഞ്ഞ് ഞാൻ തമാശ പറയാറുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ അയൽപക്കത്ത് ആണ്ടിക്കുട്ടി എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. മെലിഞ്ഞ് ശോഷിച്ചുണങ്ങി വളരെ ദരിദ്രനാണ്. അപ്പോൾ ഉമ്മ പോയിട്ട കുട്ടിയവൻ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഊണ് കഴിക്കുകയും കഞ്ഞി കുടിക്കുകയും അവിടെ ഇടയ്ക്ക് അവിടെ കിടന്നുറങ്ങുകയും പുറത്തെ കൊലയിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്ന അടുത്ത വീട്ടിലെ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അപ്പോൾ ഇവനെ പോയിട്ടുണ്ടാക്കിയപ്പോൾ ഇവൻ വളർന്ന് പോകാൻ അങ്ങനെ സ്കൂളൊന്നും പോയിട്ടില്ല. ബാപ്പയ്ക്ക് ഒരു മസാല കച്ചവടമുണ്ട്. ആ മസാല കച്ചവടത്തിനടുത്ത് ബാപ്പ ഇവനൊരു ചായപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ചായക്കാരനാണ് ആണ്ടിക്കുട്ടി. അപ്പോൾ ഇവനെന്നും പള്ളവേദനക്കാരനാണ്. അപ്പോൾ എത്ര പള്ളവേദനയായിട്ട് രോഗം ചികിത്സിച്ചൊന്നും മാറിയില്ല. അപ്പോൾ അവസാനം മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ അവർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ 1960 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് മരണമാണ് എന്നാണ് അന്ന് ആളുകളുടെ വിചാരം. ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് പേടിച്ചിട്ട് ആണ്ടിക്കുട്ടി തൂങ്ങി മരിച്ചു. ഇവൻ പറങ്കിമാവിൻ്റെ കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് ഉമ്മ ബോധം കെട്ട് വീണു. പിന്നെ ഒരിക്കലും ഉമ്മ മരിച്ച വീട്ടിൽ പോയാൽ ഒരു മയ്യത്തിൻ്റെയും മുഖം കാണാൻ നിൽക്കാറില്ല. കാരണം ഇവർക്കിത് ഓർമ്മ വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മയ്ക്ക് അനിഷ്ടമാവുന്നത് ഒന്നും ചെയ്യരുത്. അവർക്ക് വേദന തോന്നുന്ന ഒരു പണി എടുക്കരുത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പ്രേമിക്കാതൊക്കെ ആയിപ്പോയാൽ ഒരു കാര്യം ഇതുകൂടിയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു പെൺകുട്ടിയെ കണ്ടിട്ട് ഇവളെ
പ്രേമിക്കണം തോന്നുന്നു, ഇവളോട് പ്രണയം തോന്നുന്നു, ഇവളോട് സ്നേഹം തോന്നുന്നു, ഇവളെ കല്യാണം കഴിക്കാൻ തോന്നുന്നു, അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ കണ്ടിട്ട് ആർക്കും തോന്നിയിട്ടില്ല, അതും പറയണമല്ലോ. ആർക്കും അങ്ങനെ ഇവനോട് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ അടിയിൽ ഞാനിങ്ങനെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കുകയാണെന്ന് പറഞ്ഞാൽ ഉമ്മയ്ക്ക് അഹിതമാവുമോ അസുഖമാവുമോ എന്ന് എപ്പോഴും ഒരു കരുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് വിരോധമായിട്ട് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്യരുത് എന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ പരാജയപ്പെട്ടു. എന്താ കാരണം വെച്ചാൽ ഞാൻ ഉമ്മയ്ക്ക് ഏറ്റവും വലിയ എന്നെപ്പറ്റി ഉണ്ടായിരുന്ന ബേജാറ് ഞാൻ നരകത്ത് പോവും എന്നുള്ളതായിരുന്നു. എന്താ കാരണം വെച്ചാൽ അവർ 7 പെറ്റു, അതിൽ 3 പേര് മരിച്ചുപോയി, 4 കുട്ടികൾ ബാക്കിയായി. അതിലവർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കുട്ടി ഞാനാണ്. അത് മറ്റ് എൻ്റെ ഏട്ടനും അനിയനും അനിയത്തിയും ഒക്കെ പറയും ഉമ്മയ്ക്ക് നിന്നെ മാത്രം മതി എന്ന്. അങ്ങനെയല്ല, അവർക്ക് എല്ലാവരോടും അവർ തുല്യനിര പെരുമാറും. പക്ഷേ എന്നോടൊരു പ്രത്യേക വാത്സല്യമുണ്ട്. എന്താ കാരണം വെച്ചാൽ അവരുടെ നിഷ്കർഷകളൊക്കെ പാലിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ പരാജയപ്പെട്ടോടെന്ന് വെച്ചാൽ ഞാൻ ഭക്തനായിരുന്നില്ല. അത് കുട്ടിക്കാലത്തായിരുന്നു. കാരണം അവരെന്നും 4 മണിക്ക് അവരെണീക്കും. വിശ്രമിക്കുക എന്നുള്ളൊരു പരിപാടി ഇല്ല അവർക്ക്. ഉറങ്ങുമ്പോൾ മാത്രമേ വിശ്രമമുള്ളൂ. ഭയങ്കര ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വർക്കഹോളിക്കാണ്. നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കും. അവരൊരിക്കലും വിശ്രമിക്കില്ല, വിശ്രമിക്കാൻ ഒരാളെ വിടുമില്ല. അപ്പോൾ അതുകൊണ്ട് വിശ്രമമില്ലാത്ത ഒരു ജീവിതം. പിന്നെ അവർക്ക് നേരത്തെ 8 മണിക്ക് കിടന്ന് ഉറങ്ങണം. നമ്മൾ വൈകിയാൽ ചീത്തയൊക്കെ പറയും. പക്ഷേ ഉമ്മ എന്നൊരു വിളി വിളിച്ചാൽ ഏത് ഉറക്കത്തിലും അവർ എണീറ്റ് വരും. അപ്പോൾ കഞ്ഞി ചൂടാക്കി തരും, അല്ലെങ്കിൽ പത്തിരി ചൂടാക്കി തരും. എന്നിട്ട് ചീത്ത പറയും. പക്ഷെ ഒരിക്കലും രണ്ടാമത്തെ വിളി ഞാൻ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല, അത്ര ശ്രദ്ധയാണ്. അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ ഞാൻ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ 5 മണിക്ക് അവരെന്നെ വിളിച്ചുണർത്തും. ഒരു ദയയില്ല അതിൽ. എല്ലാവരും അതിരാവിലെ വിളിച്ചുണർത്തും. അപ്പോൾ രാവിലെ നിസ്കരിക്കണം, പിന്നെ പഠിക്കണം. അവർ പഠിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ പഠിക്കുന്നതിനെ പറ്റി വളരെ ശ്രദ്ധയായിരുന്നു. അതായത് അന്യായമാണ് എന്ന് തോന്നാത്ത എന്താഗ്രഹം അവരോട് പറഞ്ഞാലും അവർ സാധിച്ചു വരും. പക്ഷേ ഇപ്പോൾ സിനിമയ്ക്ക് പോകും, അവരോട് പറയാൻ പറ്റില്ല. കാരണം സിനിമ ഹറാമെന്നാണ് അവരുടെ വിചാരം. അപ്പോൾ അവരെ ഒളിച്ചിട്ട് വേണം പോകാൻ എനിക്ക്. അപ്പോൾ ഞാൻ അവരെ വേദനിപ്പിച്ച എങ്ങനെയെന്ന് വിചാരിച്ചാൽ ഞാൻ നിസ്കരിക്കൂല, നോമ്പെടുക്കില്ല എന്നൊക്കെ ഉള്ളത് അവർക്ക് വലിയ വേദനയായിരുന്നു. ആ വേദന ഇല്ലാതാക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഒരു 10-20 വയസ്സാകുമ്പോഴേക്ക് ഭക്തി പൂർണ്ണമായും ഇല്ലാതെയായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ ചോദിക്കും, നിനക്കെന്താ നിസ്കരിച്ചാൽ, നിനക്കെന്താ പള്ളിയിൽ പോയില്ല? അപ്പോൾ ഞാൻ വല്ല തമാശയൊക്കെ പറയാം, അവിടെ ഒരിക്കലും പള്ളിയിൽ തല്ലുണ്ടായി. ഞാൻ പറയുമ്പോൾ തല്ലുണ്ടാക്കാൻ പോകണമെന്നാണ് നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിക്കും ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുന്ന വളരെ സങ്കടകരമായ രംഗം ഞാൻ പറയാം. ഞാൻ കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപകനായിരിക്കുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. അന്ന് എൻ്റെ മൂത്ത പെൺകുട്ടി നിഷ എന്ന അവളുടെ പേര്. അവൾ 1 വയസ്സുള്ള കുട്ടിയാണ്. ഈ സമയത്ത് ഉമ്മ കയറി വന്നിട്ട്, ഉമ്മ കാരശ്ശേരിന്ന് വരികയാണല്ലോ, മാളു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ കൈ നീട്ടി. അപ്പോൾ ഇവള് പരിചയമില്ലാത്ത ഒരാളെ കണ്ട മാതിരി പേടിച്ച് ഇങ്ങനെ അങ്ങോട്ട് മാറിയെന്നു. ഞാൻ ആ രംഗം കണ്ടുവെക്കുക, ഞാൻ അമ്പരന്നു. എൻ്റെ ഉമ്മയെ എൻ്റെ മകൾക്ക് അറിയില്ല. അപ്പോൾ എൻ്റെ ഉമ്മ മാളു എന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ ചിരിച്ച് ഉത്സാഹപൂർവ്വം അവൾ ചാടുന്ന രംഗമാണ് ഞാൻ സങ്കല്പിക്കുന്നത്. ഞാൻ അന്ന് തീരുമാനിച്ചു, ഇനി ഉമ്മയുടെ കൂടെ മതി ജീവിതം എന്ന്. അങ്ങനെ ഞാൻ പ്രഥമ സൗകര്യത്തിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ കോടഞ്ചേരി കോളേജിലേക്ക് മാറി ഉമ്മയുടെ കൂടെ താമസാക്കി. അപ്പോൾ എന്നിട്ട് എനിക്ക് 74ാമത്തെ വയസ്സിൽ അവർ മരിച്ചു. എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നെങ്കിൽ ഒരു 10 കൊല്ലം കൂടിയൊക്കെ ഇരിക്കാമായിരുന്നു. അവർ വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കുള്ളൂ, വളരെ കുറച്ച്. അത് നമുക്ക് അത്ഭുതം തോന്നും. ഒരിക്കലും അവരൊരു ആശുപത്രി കിടന്നിട്ടില്ല. മരിക്കുന്നതിൻ്റെ തലേന്ന് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു. അവരെ അഡ്മിറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് അവർ മരിച്ചു. അപ്പോൾ ഈ ഉദാരതയും ഈ തരത്തിലുള്ള മനസ്സിലാക്കലും ഈ തരത്തിലുള്ള മതവും അതാണ്. ഞാൻ വളരെ കർശനക്കാരനാണ് എൻ്റെ ബാപ്പ. അപ്പോൾ മതകാര്യങ്ങളിൽ ഭയങ്കര ചിട്ടയാണ്. നിസ്കരിക്കാത്തതിനും പള്ളിയിൽ പോത്തതിനൊക്കെ ഞങ്ങളെ അടിക്കും. ഞാനൊക്കെ MA പഠിക്കുന്ന കാലത്തും കൂടി ബാപ്പയുടെ അടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കർശനമായ ആ മനോഭാവം, ആ കാർക്കശ്യമാണ് മതം
എന്നാണ് ബാപ്പയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഈ ഉദാരതയാണ് മതം എന്നാണ് ഞാൻ ഉമ്മയിൽ നിന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാപ്പയുടെ മതത്തെ കഠിനമായി വിമർശിക്കുകയും ഉമ്മയുടെ മതത്തെ അഗാധമായി ആശ്ലേഷിക്കുകയും ചെയ്ത ഒരാളാണ്.